ആഷ്കറിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ അലനല്ലൂരിൽ ഒരു ചെറിയ സംഘർഷമുണ്ടായ വാർത്ത ആഷ്കർ ശ്രദ്ധിച്ച് കാണുമല്ലോ. നമ്മുടെ ഇക്ബാൽ കുറ്റിപ്പുറമാണ് റിപ്പോർട്ട് ചെയ്തത്, ക്ഷമിക്കണം, ഇക്ബാൽ അറക്കലാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇക്ബാൽ അറക്കൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു നേരിയ സംഘർഷം അലനല്ലൂരിൽ ഉണ്ടായി. അത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയാണ്. ഈ നിലമ്പൂരിൽ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിക്കുന്നുണ്ടോ? ഇന്ന് വൈകുന്നേരത്തെ പൊതുസമ്മേളനത്തിൽ ഈ PVNനോടൊപ്പം വന്നവരാണ് മാധ്യമപ്രവർത്തകരെ തല്ലിയത് എന്നാണ്, അഥവാ അവർക്ക് അഭിവാദ്യം അർപ്പിച്ചു വന്നവരാണ് മാധ്യമപ്രവർത്തകരെ തല്ലിയതെന്നാണ് ഇപ്പോൾ സംഘാടകർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഈ പൊതുസമ്മേളനത്തിനിടയിൽ നുഴഞ്ഞു കയറി ഒരുപക്ഷെ അതിൽ സംഘർഷമുണ്ടാക്കാൻ സാധ്യതയുള്ളവരും എത്താൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് പോലീസ് കനത്ത സുരക്ഷയിലായിരിക്കുമോ ഇന്നത്തെ പൊതുസമ്മേളനം നടത്തുക? അരുൺ, നമുക്കിപ്പോൾ ലഭിക്കുന്ന ഈ വിവരം അനുസരിച്ച് 200-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഈ PVNവരുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം നിലമ്പൂർ ചന്തക്കുന്ന് മേഖലയിൽ മാത്രം വിന്യസിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് നിരവധി SIമാരും CIമാരും ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും. അതിന് മേൽനോട്ട ചുമതല എന്ന് പറയുന്നത് 2 DYSPമാർക്കാണ് നൽകിയിരിക്കുന്നത് എന്നിപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നു. അങ്ങനെ 2 DYSPയുടെ നേതൃത്വത്തിൽ 200-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് വിശാലമായ അല്ലെങ്കിൽ വലിയ പോലീസ് വിന്യാസം തന്നെ ഇപ്പോൾ പോലീസ് നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ വലിയ സുരക്ഷാ സംവിധാനത്തിൽ കൂടെ തന്നെ ആയിരിക്കും PVNവരുടെ ആ പരിപാടി നടക്കുക. ഈ പരിപാടിക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷകരമായ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരു വിഭാഗത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം PVNവരുടെ പരിപാടി അലങ്കോലമാക്കാൻ പോലീസും ഇല്ലെങ്കിൽ പാർട്ടിക്കാരും ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണം PVNവർ ഉയർത്തിയാൽ സ്വാഭാവികമായും അത് സർക്കാർ തന്നെ വലിയതോതിൽ ദോഷം ചെയ്യുമെന്ന് കൃത്യമായ ധാരണ പോലീസിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ സുരക്ഷാ സംവിധാനം, അതും 2 DYSPമാരുടെ നേതൃത്വത്തിൽ തന്നെ 200-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാകുകയും കൃത്യമായ വിവരങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും PVNവർ 50ഉം 200ഉം ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ 10 ഇരട്ടി ആളുകളെങ്കിലും ചുരുങ്ങിയത് PVNവർ തന്നെ കണക്കുകൂട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PVNവർ ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം PVNവർ ഒരു പോസ്റ്റർ ഒട്ടിക്കുകയോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലെക്സ് വയ്ക്കുകയോ ഒരു പ്രചാരണം ഇന്ന് നടത്തില്ല, മറിച്ച് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ PVNവർ നടത്തിയ അഭ്യർത്ഥനകളിലൂടെ തന്നെ ഇത്ര വലിയ ആൾക്കൂട്ടം എത്താൻ സാധിച്ചു എന്ന് PVNവർ പറയുമ്പോൾ അത് അൻവറിൻ്റെ ഒരു മെറിറ്റായും ക്രെഡിറ്റായും ഏറ്റെടുക്കാൻ തന്നെയായിരിക്കും അൻവറിൻ്റെ ലക്ഷ്യം. സ്വാഭാവികമായും ഈ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ നിലമ്പൂർ നഗരത്തിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതികൾ അനുസരിച്ചുകൊണ്ട് പോലും വലിയൊരു ആൾക്കൂട്ടം ഇന്ന് അൻവറിൻ്റെ പരിപാടിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. അത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല ജില്ലയിൽ നിന്ന് പുറത്തു നിന്ന് പോലും ഈ പരിപാടിയെക്കുറിച്ച് അന്വേഷിച്ച ആളുകൾ നിരന്തരം നിലമ്പൂരിലുള്ളവരെ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ തന്നെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലാണെങ്കിൽ വലിയൊരു ആൾക്കൂട്ടം ഇന്ന് PVNവരുടെ സമ്മേളനത്തിലെത്തും. അങ്ങനെയാണെങ്കിൽ അത് അൻവറിൻ്റെ ശക്തി പ്രകടനമായി മാറും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CPI നടത്തിയ പ്രതിഷേധത്തിന് അത്യാവശ്യം ആൾക്കൂട്ടങ്ങളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് തൻ്റെ ശക്തി പ്രകടിപ്പിച്ച് PVNവർ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും അത് വലിയ തോതിൽ അൻവറിന് ഒരു സ്വീകാര്യത നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. മാത്രമല്ല കഴിഞ്ഞ പാർട്ടിയുടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ പോലും പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയവരാണ് പങ്കെടുത്തത് എന്നാണ് PVNവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഈ UDF ക്യാമ്പിലേക്ക് പോകുമോ എന്നൊരു സംശയം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പ്രസംഗിച്ചതും കോൺഗ്രസും BJPയും CPMും എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്, ഇവർ തമ്മിലുള്ള ബന്ധമുണ്ട്, നെക്സസ് ഉണ്ട്, ഈ രാഷ്ട്രീയക്കാരെ ഒന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന ലൈനിലേക്കാണ് അദ്ദേഹം പോയത്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ CPMനുള്ളിലെ പിണറായി വിരുദ്ധരായിട്ടുള്ളവരോട് അല്ലെങ്കിൽ ഇടത് അനുകൂലികളായിട്ടുള്ളവരും യോഗത്തിലെത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്നാൽ ലീഗിൻ്റെ കേഡർ അല്ലാത്ത വിഭാഗത്തിൽപ്പെട്ടവരെത്താനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പ്രസ്ഥാനമാണ് CPM എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ മേഖലയിലെ കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ആളുകളും അനുഭാവികൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നേതാക്കൾ എത്തിച്ചേർന്നില്ലെങ്കിലും UDFിലെ മറ്റ് ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന CPM വിരുദ്ധ രാഷ്ട്രീയം സ്വീകരിക്കുന്നവർ തീർച്ചയായിട്ടും അൻവറിൻ്റെ പ്രസംഗം കേൾക്കാൻ എത്തിച്ചേരുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? അത് തീർച്ചയായും അങ്ങനത്തെ നമ്മൾ കരുതേണ്ടി വരും. കാരണം രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ PVNവർ ആ ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുക അല്ലെങ്കിൽ PVNവർ പാർട്ടിക്കെതിരെയും സർക്കാരിനെയും ആഞ്ഞടിച്ച് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും അത് പ്രതിപക്ഷത്തിന് കൂടിയ അവസരം നൽകുന്നതാണ് അല്ലെങ്കിൽ കരുത്ത് പകരുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ രാഷ്ട്രീയ വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ PVNവറിൻ്റെ ഇന്നത്തെ പരിപാടിയിൽ വിജയമാവുക അല്ലെങ്കിൽ അതിൽ അൻവറിനെ കേൾക്കാനെത്തുന്നവരിൽ ഒരു ചെറുതല്ലാത്തൊരു വിഭാഗം എന്തായാലും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ സർക്കാരുമായി വിരുദ്ധ നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന പാർട്ടിയുമായി തെറ്റി നിൽക്കുന്ന
അല്ലെങ്കിൽ നേരത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചവരടക്കമുള്ള ആളുകൾ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. ഒറ്റ ഉദാഹരണം പരിശോധിച്ചാൽ മതി. മുമ്പ് മരുത ലോക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ വഴിക്കട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന CPM-ന്റെ ഒരു പ്രാദേശിക നേതാവ് ഇപ്പോൾ കഴിഞ്ഞ തവണ പാർട്ടി സമ്മേളനത്തിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്ത ഒരു വ്യക്തി, ആ വ്യക്തി അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന പോസ്റ്റ് പാർട്ടി തിരുത്തണം, എല്ലാ കാര്യത്തിലും പാർട്ടിയോടൊപ്പമല്ല ന്യായത്തിനൊപ്പമാണ്, PV അൻവറിനൊപ്പമാണ്. ഇന്ന് വൈകുന്നേരം ചന്തക്കുന്നിൽ PV അൻവർ കേൾക്കാൻ താനും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയുമായി ഏതെങ്കിലും വിധത്തിൽ അകലമുള്ള ആളുകൾ, പാർട്ടിയുമായി പ്രശ്നമായി നിൽക്കുന്ന ആളുകൾ, ഈ ആൾക്കൂട്ടം മുഴുവൻ അൻവറിലേക്ക് ഒഴുകിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിനോടൊപ്പം തന്നെ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളിൽ അടിസ്ഥാനമുണ്ട്. ആ കാര്യങ്ങൾ അൻവർ തെറ്റാണെങ്കിൽ പോലും അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾ വലിയ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം നിലമ്പൂരിൽ തന്നെയുണ്ട്. ആ ആളുകൾ നമുക്ക് തിരിച്ചു വരാം. അഷ്കർ, PV അൻവർ ഇന്ന് തീപ്പന്തമായി മാറുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വൈകുന്നേരം 6:30 നിലമ്പൂരിൽ വെച്ചാണ്. നമ്മൾ തന്നെ ഇങ്ങനെ പരസ്യ പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ ആൾക്കാർ വരാതിരിക്കും എന്നായിരിക്കും പ്രേക്ഷകർ ചോദിക്കുന്നത്.